വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സത്യം ശിവം സുന്ദരം. ഇന്ന് ഞാനൊരു ഫ്രൈഡ് റൈസും പനീർ ബട്ടർ മസാലയും ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു വീഡിയോയുമായി ആണ് എത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം അതിനാവശ്യമായ ഫ്രൈഡ് റൈസിനാവശ്യമായ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കുകയാണ്. മോൾക്ക് സ്കൂളില്ലാത്തത് കൊണ്ട് മോളും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മോൾക്കിപ്പോൾ എക്സാം നടക്കുകയാണ്, സ്റ്റഡി ലീവാണ്. അപ്പോൾ എല്ലാം പഠിച്ച് ബോറടിച്ചിരുന്നത് കൊണ്ട് മോളും കൂടെ സഹായിക്കാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്രൈഡ് റൈസിനുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരു കുക്ക് വെയറിലേക്ക് നെയ്യ് ഒഴിച്ചു, കുറച്ച് എണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാം ഇടുകയാണ്. അണിയൻ, ക്യാരറ്റ്, ബീൻസ്, ഗാർലിക്. അതിനുശേഷം നന്നായി മിക്സ് ചെയ്യണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അത് നല്ലതായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്രൈഡ് റൈസിന് വേണ്ടി സോന മസൂരി റൈസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബസ്മതി റൈസോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പനീർ ബട്ടർ മസാലയുടെ പണിപ്പുരയിലേക്ക് കിടക്കാം. മോൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഗാർലിക്കിൻ്റെ തൊലി കളയുക എന്നുള്ളത്. അതുകൊണ്ട് മോളാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ആദ്യം ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് എണ്ണ ഒഴിക്കണം, വെളിച്ചെണ്ണ. അതിനുശേഷം നമ്മളതിലേക്ക് കാഷ്യൂ, ബദാം, ഹോൾ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുക്കണം. കാഷ്യൂ ഒരുപാട് ചേർത്താലൊരു ചെറിയൊരു മധുരം വരും കറിക്ക്. അതുകൊണ്ട് ഞാൻ കുറച്ച് കാഷ്യൂവും കുറച്ച് ബദാമുമാണ് ചേർക്കാറുള്ളത്. ബദാം ചേർത്താലും വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകത്തില്ല. കാഷ്യൂ പോലെ തന്നെ ക്രീമി ആയിട്ട് നമുക്ക് കിട്ടും. ഹോൾ ഗരം മസാല ചേർക്കുന്നു. കൂടെ ഗാർലിക്, സവാള ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി അമ്പലത്തിൽ പോയിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അവിടെ നിന്നും അവിടെ ആ സ്ട്രീറ്റിലുണ്ടായിരുന്ന ഒരു ഷോപ്പിൽ നിന്ന് ആണ് ഹോൾ ഗരം മസാല വാങ്ങിച്ചത്. ആ ഹോൾ ഗരം മസാലയ്ക്ക് എന്തോ നമ്മൾ ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ ഒരു പ്രത്യേകമായിട്ട് കൂടുതൽ ടേസ്റ്റ് തോന്നിയിരുന്നു. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കയ്യിലുള്ള ഹോൾ ഗരം മസാല തന്നെ ചേർക്കാം. പക്ഷേ ആ ഗരം മസാല നിങ്ങളവിടെ അമ്പലത്തിൽ പോവുകയാണെങ്കിൽ ആ ഷോപ്പിൽ കയറുകയാണെങ്കിൽ വാങ്ങിക്കണേ. എന്തോ ഒരു പ്രത്യേകത കൂടുതലുണ്ട് ആ മസാലയ്ക്ക്. കുറച്ച് ടേസ്റ്റ് കൂടുതലായിട്ടുണ്ടാവും. അതിനുശേഷം ഉപ്പിട്ടതിന് ശേഷം നമ്മൾ മസാലകളെല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് വെജിറ്റബിൾ മസാല. മസാല എല്ലാം പാകത്തിന് ചേർക്കുക, ഒരുപാട് ഓവറായി പോകരുത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ആ മസാലയുടെ ഒരു പച്ച മണമൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക.
മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടച്ചു വെച്ചു. അത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അത് അരച്ചെടുക്കുക. മോൾക്ക് പനീർ കട്ട് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. വീണ്ടും മോൾ തിരിക്കുകയാണ് പനീർ കട്ട് ചെയ്യാനായിട്ട്. കുട്ടികൾ കട്ട് ചെയ്യുമ്പോൾ അവർ കറക്റ്റ് മെഷർമെൻ്റ് ഒക്കെ എടുത്ത് കട്ട് ചെയ്യുന്നത് കൊണ്ട് കറക്റ്റ് ഈക്വൽ സൈസായിട്ടുള്ള ക്യൂബ്സായിട്ട് കിട്ടും. അപ്പം മോൾ തന്നെ കട്ട് ചെയ്യട്ടെയെന്ന് ഞാനും കരുതി. മിക്സിയിൽ അരച്ചെടുത്ത മിക്സ് നമ്മൾ ചേർത്ത് കൊടുത്തു. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പനീറും ചേർത്ത് കൊടുത്തു. ഇനി ഒരു 2 to 3 മിനിറ്റ്സ് അതൊന്ന് തിളച്ച് വരണം. നമ്മളൊരു ബേ ലീവ്സ് അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ്റായ കസ്തൂരി മേത്തി നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ കസ്തൂരി മേത്തിയും ഞാൻ ഉടുപ്പിയിൽ ശ്രീകൃഷ്ണസ്വാമി ടെമ്പിളിൽ നിന്ന് അവിടെയുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. നമ്മൾ തിളച്ച് വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക. ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസും പനീർ ബട്ടർ മസാലയും റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരേക്കും ബൈ.